സുഖം തന്നെ റഫീഖ. എന്നും കേൾക്കാറുണ്ട് ഈ പരിപാടി. വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. കാരണം ഇപ്പോഴത്തെ ഈ പരിപാടി അടിച്ചുപൊളി പെണ്ണുങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടുള്ള പാട്ടിനേക്കാളൊക്കെ നന്നായിട്ട് ജനിച്ച് വളർന്ന് തന്നെ കേട്ട് മറന്നിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ ഇതിൽ കൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് വടക്കാഞ്ചേരിക്കാരനെ തന്നെ ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയ വളരെ സന്തോഷമുണ്ട്. പറയൂ. വളരെ സന്തോഷം പറഞ്ഞു. പിന്നെ അത് തന്നെയല്ല, എന്റെ വൈഫ് ഇവിടെ വിസിറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നേ കുളക കുട്ടിക്ക്. അപ്പൊ ഞാൻ അവളെ ഇവിടെ ഇങ്ങനെ പരിപാടി നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യനാണ് അവതരിപ്പിക്കുന്നത്, റഫീഖ് വടക്കാഞ്ചേരി. അപ്പൊ ഞാൻ ഒന്ന് കേട്ട് നോക്കെന്ന് പറഞ്ഞ് അവളോട് ഒരു ദിവസം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരോട് പോയത് കുറച്ച് ജോലി ആയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഉച്ചയ്ക്ക് വരില്ലട്ടെന്ന് പറഞ്ഞു വരുന്നേ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വന്ന് കയറുമ്പോ അവളെന്നോട് ചോദിക്കാ, ഇത് എന്താ ഉച്ചയ്ക്ക് ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചേലായി. അപ്പൊ തുടരെ ഞാൻ ആകാന്തമിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, സുന്ദരാ സ്വപ്നരാജസ്വരൂപിയെ കാണാ പാത്രം പാടി കൊടുത്ത്. സലീം, എന്തായാലും എന്താ പറയാ, എനിക്ക് ആ പരസ്യം ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് മനസ്സിലായി. ഒപ്പം തന്നെ ഇതിലത്തെ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണെന്നും മനസ്സിലായി. ആ പാട്ടുകളും ഈ പരസ്യങ്ങളൊക്കെ കേൾക്കുന്നതാണല്ലോ. ഓക്കെ ഓക്കെ. ഇതെന്താ ഉച്ചയ്ക്ക് വിളിക്കില്ല ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചേലായി. സുന്ദര സ്വപ്നരാജസ്വരൂപിയെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? കണ്ണടച്ച പീർ മുഹമ്മദ് ഖാന്റെ പാട്ട് ഒഴുകി വരും. പിന്നെ ഇമ്പമുള്ള പഴയതും പുതിയതുമായ പാട്ട്. ഇപ്പൊ 3 മണി മുതൽ 4 മണി വരെ ഏഷ്യാനെറ്റിലെ ഇശൽ തേനീളത്തിനൊപ്പ നിന്നെയോർത്ത്. സുറുമയിട്ടൊരു മിഴിയാണ്, എളിമയുള്ളൊരു മനമാണ്, കൽവിനുള്ളിൽ എന്നോടുള്ളൊരു മുഹബത്താണ്. ഫുഡ് സിറ്റി ഇശൽ തേൻകണം.